നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പലപ്പോഴും നമ്മൾ വാഹനം ഒരു പോക്കറ്റ് റോഡിൽ നിന്നും കയറി മെയിൻ റോഡിലോട്ട് കയറുന്ന സമയത്ത് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സൈഡിലൊരു വാഹനമുള്ളത്. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് @sinsat777 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് മെയിൻ റോഡിൽ പാർക്ക് ചെയ്ത വണ്ടി കാരണം ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആയി കാണാത്ത അവസ്ഥ വരും. അത്രയും സിറ്റുവേഷനിൽ എങ്ങനെ വണ്ടി എടുക്കാൻ പറ്റും? നല്ലൊരു ചോദ്യമാണ്. കാരണം പലരും ഈ ഒരു കാര്യം ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളൊരു റൈറ്റ് സൈഡിൽ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് കയറി വരികയാണ്. റൈറ്റ് സൈഡിലോട്ടാണ് നമുക്ക് മെയിനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം നമ്മൾ കയറി വരുന്ന ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് കടക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ലെഫ്റ്റ് സൈഡ് അത്രയും പ്രശ്നം വരുന്നില്ല. കാരണം ലെഫ്റ്റിലോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ സൈഡിൽ നിന്ന് വരുന്ന വാഹനം മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കയറി വരുന്ന വാഹനം അല്ലെങ്കിൽ നമ്മുടെ വാഹനം കയറി വരുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. റൈറ്റ് സൈഡിൽ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് റൈറ്റ് സൈഡിലെ ആ ഒരു റോഡ് സൈഡിൽ ഏതെങ്കിലും ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നും ഒരു വാഹനം വരുന്നത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് എടുക്കാനും പാടാണ്, റൈറ്റിലോട്ട് എടുക്കാനും പാടാണ്. പക്ഷേ ഇതിൽ സിമിലർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അതായത് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പം റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. ഒരു ചെറിയൊരു കയറ്റത്തിൽ നിന്ന് തന്നെ കയറി വരുന്നതെന്നും കൂടെ നമ്മളൊന്ന് സങ്കല്പിക്കുക. അതായത് ഒരു കയറ്റത്തിൽ നിന്ന് കയറി വരുന്നു, മെയിൻ റോഡിലോട്ട് നമുക്ക് കയറണം. മെയിൻ റോഡിലോട്ട് കയറുന്ന സമയത്ത് അവിടുന്ന് റൈറ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകാനാണ് പ്ലാൻ. പക്ഷെ റൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേ വരുന്നൊരു വാഹനം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അന്നേരം അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിൽ വാഹനം നിർത്തി പതുക്കെ അനക്കി എടുക്കാൻ സാധിക്കും. കുറച്ച് ഫ്രണ്ട് കയറുന്ന സമയത്ത് അതിലേ വരുന്ന വാഹനം ഹോൺ അടിക്കാറാണ് സാധാരണ പതിവ്. പക്ഷെ തെറ്റായൊരു രീതിയാണ് അങ്ങനെ ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു പോക്കറ്റ് റോഡിൻ്റെ ഒക്കെ സൈഡിൽ കൊണ്ട് വാഹനം പാർക്ക് ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് വിടാം. എങ്ങനെ ഇത് പ്രോപ്പറായിട്ട് ഈ വാഹനം കൊണ്ടുപോകാൻ സാധിക്കും? ഇതിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ പറയുന്നത്, നമ്മളൊരു കയറ്റം കയറി ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് റൈറ്റ് പോകുന്നതിന് പകരം നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ലെഫ്റ്റ് പോകാൻ ശ്രമിക്കുക. അതായത് ലെഫ്റ്റിലോട്ട് തിരിക്കുക, ഒരു യൂ ടേൺ എടുക്കുക അതിനുശേഷം. കാരണം അതാണ് ഏറ്റവും സേഫസ്റ്റ് വേ എന്ന് ഞാൻ പറയും. കാരണം ലെഫ്റ്റിലോട്ട് തിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെയും എളുപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുന്നതിനാണ്. ലെഫ്റ്റ് ടേൺ ചെയ്ത് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ടൊന്ന് പ്രോപ്പർ ആയിട്ടുള്ള വേയിൽ യൂ ടേൺ എടുക്കുക. അതാകുമ്പോഴത്തേക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാത്ത പക്ഷം വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കയറ്റത്തിൽ വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും ആരും ബ്രേക്ക് ചെയ്ത് തരത്തില്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ റോഡിൻ്റെ സെൻട്രൽ പോർഷൻ വരെ വന്നാൽ പോലും ലെഫ്റ്റ് സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഒരാൾ പോലും ചിലപ്പം ബ്രേക്ക് ചെയ്ത് തന്നില്ല എന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് സമയം പോകും, ഒരുപാട് ഫ്യൂലും വെറുതെ അനാവശ്യമായിട്ട് ബേൺ ചെയ്ത് പോകുന്നതിന് പകരം നിങ്ങൾക്കൊരു ഹെവി ട്രാഫിക് ഉള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞൊരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു വാഹനം റൈറ്റിലോട്ടൊക്കെ തിരിക്കണമെങ്കിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഫുൾ ഒരു റൗണ്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം റൈറ്റ് സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനം നോക്കണം, അതിൻ്റെ റൈറ്റ് സൈഡ്, അതായത് രണ്ട് സൈഡും വരുന്ന വാഹനം നോക്കണം. കാരണം നമ്മുടെ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ഒരു റൗണ്ട് എടുക്കണമെങ്കിൽ, ഒരു യൂ ടേൺ എടുക്കണമെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, റൈറ്റ് സൈഡിലോട്ട് തന്നെ കയറുക, ആ വഴി കുറച്ചൊന്ന് മുമ്പിലോട്ട് ചെന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സെൻറ്ററിലോട്ട് ഇട്ട്, റോഡിൻ്റെ സെൻറ്ററിലോട്ട് വന്നിട്ട് റൈറ്റിലോട്ട് തിരിക്കുക. ആ വീഡിയോ കൂടെ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് അത് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുപോലെ സിമ്പിൾ രീതിക്ക് നിങ്ങൾക്ക് വാഹനം തിരിക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞൊരു കാര്യം എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കണം. ജസ്റ്റ് ഈ ഒരു കാര്യം കൂടെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടേക്കുക.